പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का अति पवित्र नाम का महिमा हो। എല്ലാവരും ക്ഷീണിതരായിരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. सब थके हुए करके मैं देख रहा हूँ, അതുകൊണ്ട് ഞാൻ ചെറിയൊരു കഥ പറയാൻ പോകാം. तो इसलिए मैं एक छोटा कहानी बोलना चाहता हूँ सबका थकावट हटाने के लिए। ഒരു മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടു. एक मनुष्य ने एक सपना देखा। ആ സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു, ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് സ്വർഗവും നരകവുമുള്ള ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. व्यक्ति ने सपना ये देखा कि वो व्यक्ति का मृत्यु हो चुका था, उसके बाद वो स्वर्ग और नरक का लोक में वो पहुंच गया। ആ മനുഷ്യൻ അതുവരെയും സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. वो व्यक्ति ऐसा व्यक्ति था जो स्वर्ग और नरक में विश्वास नहीं रखता था। അപ്പൊ യവൻ പോയിട്ട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വാതിലിന്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു ദൂതൻ നിൽക്കുന്നു. तो ये व्यक्ति मरने के बाद जब वो स्वर्गलोक में पहुंचा, वो भूमंडल में पहुंचा, तो वो देखा तो उधर उसके दरवाजे में एक स्वर्गदूत खड़ा। വല സൈഡിൽ സ്വർഗമെന്നും ഇട സൈഡിൽ നരകമെന്നും വലിയ രണ്ട് ബോർഡ്. वो स्वर्गदूत कह रहा है कि दाहिने और एक बड़ा बोर्ड है, दाहिने और स्वर्ग करके लिखा है, बाइने और नरक करके लिखा है। बाएं नरक लिखा है, दाहिने स्वर्ग लिखा है. ऐसा दो बहुत बड़ा बिल्डिंग, ग्लास वाला बिल्डिंग. बाहर से देखने से दोनों बहुत सुंदर है. അല്ല, വെളിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയുള്ള രണ്ട് ഗ്ലാസ് ബിൽഡിംഗ് ആണ് കാണാൻ കഴിഞ്ഞത്. बाहर से देखा जाएगा तो बहुत बड़ा ग्लास का बहुत सुंदर बिल्डिंग है वो। വലതുവശത്തുള്ളതിൽ സ്വർഗം എന്ന് എഴുതിയിരിക്കുന്നു, ഇടതുവശത്തുള്ളതിൽ നരകം എന്ന് എഴുതിയിരിക്കുന്നു. दाहिने और स्वर्ग करके लिखा है, बाएं और नरक करके लिखा। ദൂതൻ അയാളോട് പറഞ്ഞ്, നിനക്ക് ഇവിടെ വെച്ച് തിരഞ്ഞെടുക്കാം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിൽ പോകാം, നരകത്തിൽ പോകണമെങ്കിൽ നരകത്തിൽ പോകാം. और उधर वो स्वर्गदूत ने कहा कि तू अभी डिसाइड कर कहाँ जाना है, तेरे को स्वर्ग में जाना है कि नरक में जाना है। യവൻ പറഞ്ഞു, ഞാൻ ഈ ഗ്ലാസിനകത്തോട് അകത്ത് എന്താണ് നടക്കുന്നതെന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. तो ये व्यक्ति ने कहा कि ये जो कांच का बनाया हुआ ये इमारत है ना, तो कांच का, इसलिए मैं अंदर देख सकता हूँ, मेरे को पहले देखने दो अंदर क्या हो रहा है, फिर मैं मेरा डिसीजन बताऊंगा। ആദ്യം വലത് സൈഡിലുള്ള സ്വർഗത്തിന്റെ ആ ഗ്ലാസിനകത്തോട് അകത്തോട്ട് നോക്കിയപ്പോൾ അവിടെ വളരെ ഒരു കഷ്ടപ്പാടും ചെറിയ ചെറിയ കുടിലുകളും ചെറിയ ചെറിയ ഓലയിട്ട വീടുകളും ആളുകളിരുന്ന് ചല്ലിയടിക്കുന്നു. ചിലരൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ വീടിന്റെ പണി ചെയ്യുന്നു. ആൾക്കാർക്ക് ശരിക്കും ഭക്ഷണമില്ല, എല്ലാവരും ക്യൂ നിന്നൊക്കെയാണ് ഭക്ഷണം വാങ്ങുന്നത്. तो दाहिने और स्वर्ग का चित्र देखते समय में वो अंदर वो कांच से देख रहे कि बहुत उसके अंदर लोग छोटा छोटा भवन बना रहे, छोटा छोटा घर बना रहे, उधर वो लोग तकलीफ में जी रहे, बहुत मेहनत कर रहे, ये सब उसने स्वर्ग का चित्र देखा। ഇട സൈഡിൽ നോക്കിയപ്പോൾ, ഇടത് സൈഡിലെ ബിൽഡിങ്ങിലെ ഗ്ലാസ്സിലൂടെ അകത്തോട്ട് നോക്കിയപ്പോൾ അവിടെ പാട്ടും കൂത്തും ഡാൻസും മദ്യം വിളമ്പുന്നു, ഭക്ഷണം വിളമ്പുന്നു, ഭയങ്കര സന്തോഷം. और बाएं ओर देखते समय मैं कांच के अंदर से देखा, तभी वो देख रहे कि उधर नाच गाना, बहुत सब पी रहे, बहुत मजे कर रहे। അപ്പോ ദൂതൻ ചോദിച്ച്, നീ തിരഞ്ഞെടുത്തോ, നിനക്ക് എവിടെ പോകണമെന്ന് ഡിസിഷൻ എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് നരകത്തിൽ പോയാൽ മതി, കാരണം ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. तो स्वर्गदूत ने उसको पूछा, क्या तुमने चुना क्या, किधर तुझे जाना है? तो भी वो व्यक्ति कहता है कि मुझे नरक में जाना है, क्योंकि मेरे को उससे अच्छा, उससे आनंदित जगह मेरे को और कोई कहीं दिख नहीं रहा है। അവൻ ദൂതൻ പറഞ്ഞു, ഒരിക്കൽ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. पर स्वर्गदूत ने कहा कि एक बार तू अंदर चले गया तो वापस बाहर नहीं आ पाएगा। പറഞ്ഞില്ല, ഞാൻ വരില്ല, ഞാൻ അകത്ത് പോയിട്ട് ഞാൻ ഇനി തിരിച്ചു വരില്ല, എനിക്ക് ഈ സന്തോഷമുള്ള അടുത്ത് പോയാൽ മതി. तो वो व्यक्ति ने कहा कि नहीं, मैं अभी एक बार अंदर जाऊंगा तो मेरे को बाहर आना ही नहीं है, क्योंकि उधर उतना रोमांच चल रहा है। വാതിൽ കൊട്ടിയപ്പോഴത്തേക്ക് ഒരു സുന്ദരിയായ സ്ത്രീ വന്ന് വാതിൽ തുറന്നു കൊടുത്തു, നരകത്തിന്റെ വാതിൽ. तो नरक का दरवाजा खटखटाया, तभी एक सुंदर स्त्री आकर दरवाजा खोलकर उसको स्वीकारा। ആ വാതിൽ കഴിഞ്ഞിട്ട് അടുത്ത വാതിലിനകത്ത് ഇവൻ പ്രവേശിച്ചപ്പോൾ രണ്ട് കിങ്കരന്മാരായ ശക്തിശാലിയായ രണ്ട് മനുഷ്യർ വന്നിട്ട് ഇവനെ തൂക്കിയെടുത്താണ് അകത്തുകൊണ്ട്. तो पहला दरवाजा था, फिर अंदर का एक और दरवाजे में वो प्रवेश करते समय में उधर दो बहुत बड़े बड़े पहलवान लोग आकर उसको उठाकर अंदर खींचकर लेके गए। അതിനകത്ത് നോക്കിയപ്പോൾ ആളുകൾ കരയുന്നു, നിലവിളിക്കുന്നു, തീ കത്തുന്ന ആളുകളെ തീയിലിട്ട് വേവിക്കുന്നു. അവിടെ വന്നിട്ട് കരച്ചിലും പല്ലുകടി.
तो उधर देखा तो उधर लोग रो रहे हैं, उधर तकलीफ में है, उन लोग चिल्ला रहे हैं, तो चीख रहे, वो सब वो उसका उधर वो दृश्य उसने देखा अंदर। അപ്പൊ ഞാൻ പറഞ്ഞ വെളിയിൽ നിന്ന് കണ്ടത് ഇതല്ലല്ലോ. तो तभी वो व्यक्ति ने कहा कि मैंने बाहर से तो जब भी देखा तभी ये चित्र तो नहीं देखा था। അപ്പൊ അവര് പറഞ്ഞു നരകത്തിലോട്ട് ആകർഷിക്കാനുള്ള ഞങ്ങളുടെ പരസ്യമായിരുന്നു നീ കണ്ടത്. तो उन लोग ने कहा कि उन्होंने कहा कि तुमने जो बाहर से देखा वो एक नरक में प्रवेश करने के लिए एक एडवर्टाइजमेंट था, एक आकर्षण करने के लिए एक एडवर्टाइजमेंट था, एड था। അത് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ കഷ്ടവും ദുഃഖമൊക്കെ ആണെങ്കിൽ ആരെങ്കിലും നരകത്തിലോട്ട് വരുമോ? तो अगर इधर कष्ट और दुख नहीं है तो कोई नरक में इधर ऐसा सब है तो कोई नरक में आएगा क्या? ഞങ്ങൾ ഈ പരസ്യം കൊടുക്കുന്നതനുസരിച്ച് ധാരാളം പേര് വരുന്നു, അവർക്ക് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമില്ല, ഞങ്ങൾ നരകത്തിൽ കൊണ്ടുവന്ന് അവരെ തീയിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. तो हम लोग ऐसा बहुत लोगों को आकर्षण करते, बहुत से लोग भी आते, हम लोग उनको पकड़कर आग में डाल देते। ഇത് കണ്ട ഉടനെ അവൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. तो ये देखते ही वो झटके से सपने से उठ गया, नींद से उठ गया। അവൻ ഉടനെ തന്നെ പിറ്റേ ദിവസം ഒരു സുവിശേഷം അവൻ്റെ അടുത്ത് വന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ മനസ്സാന്തരപ്പെട്ട് അവൻ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് അവൻ സ്വർഗത്തിൽ പോകുവാൻ തക്കവണ്ണം അവൻ്റെ ഹൃദയദൃഷ്ടിയെ തുറന്നു. तो उसका अगले ही दिन एक व्यक्ति आकर इसे सुसमाचार बताया, उसका हृदय में उसको मालूम पड़ा कि सच्चाई अवस्था क्या है। उसने मन फिरा कर प्रभु यीशु मसीह को स्वीकार कर स्वर्ग का सही मार्ग को उसने अपनाया और चुना। ഈ ലോകത്തിൽ നമുക്ക് അനേക പരസ്യങ്ങൾ കാണാൻ കഴിയും. इस संसार में हमें बहुत सारा संसार में आकर्षित एडवर्टाइजमेंट्स ऐसे दिखते रहेंगे हम लोगों। ഈ പരസ്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന നരകത്തിലേക്ക്. ये सब एडवर्टाइजमेंट्स क्या करेगा? हमें नरक की ओर खींचता। എന്നാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി യേശുക്രിസ്തു പറഞ്ഞ് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി അതിലൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ, അതാണ് നിത്യജീവനിലേക്കുള്ള വഴി. तो यीशु मसीह ने कहा कि अनंत काल की ओर का रास्ता एकदम पतला और सिकड़ा हुआ मार्ग है, जहाँ से केवल कुछ लोग ही वो ढूंढते हैं और उसमें से चलते हैं। നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും ഈ വിശാലമായ ലോകത്തിൽ അതിൽ കൂടെ വിശാലമായിട്ട് ആ ലോകത്തിൽ അനേക ഇവർ ഈ വാതിൽ കൂടി കടന്ന് അവർ പോയിട്ട് അവർ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. और नरक में जाने वाला डिस्ट्रक्शन, नाश में जाने वाला मार्ग एकदम बड़ा और चौड़ा है, उसमें से बहुत से लोग उसमें जाते हैं। तो നമ്മളെല്ലാവരും ഈ ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ ഇവിടെ ആയിരിക്കുന്നത്. हम लोग सब लोग ये सिकड़ा हुआ मार्ग को चुने हैं, इसलिए हम लोग इधर इकट्ठे हुए साथ में। ഒരുപാട് ബുദ്ധിമുട്ടും ക്ലേശവും സങ്കടവും ഒക്കെ സഹിച്ച് ദൂരെ ദൂരെ നിന്ന് അനേക സഹോദരന്മാർ ഇവിടെ വന്നിരിക്കുക. बहुत सारा कष्ट बहुत तकलीफ उठाकर भाई लोग दूर दूर से ये संगति में जुड़ने के लिए भाई लोग कष्ट उठाकर आए हैं। സഹോദരിമാരും അതിൽ ഉൾപ്പെട്ടതാണ്. बहनें भी उसमें इंक्लूडेड है। നമ്മള് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും സഹോദരന്മാരാണ്, സഹോദരിമാരും എല്ലാ സഹോദരന്മാരായി മാറും. तो स्वर्ग में जाने के बाद बहनें ऐसा नहीं रहेंगे, सब भाई रहेंगे। നമ്മളിവിടെ വന്നതിന് ശേഷം അനേക പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുള്ള വചനങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അനേക മെസ്സേജുകൾ നമ്മൾ കേട്ടു. हम बहुत सारे मैसेजेस सुने, सेशन सुने कि क्या है पुराना नियम, क्या है नया नियम, इसमें क्या क्या है, ये सब हमें समझ में आया। ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരേ ഒരു വാക്യം പറഞ്ഞിട്ട് അതിനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ബ്രീഫ് ചെയ്യാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:17 മുതൽ 23 വരെയുള്ള വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17 മുതൽ 23 വരെ. एफेसियों का पुस्तक 7वां पहला अध्याय അതിന്റെ 17 മുതൽ 23 നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവിൽ നിങ്ങൾ അറിയേണ്ടത് അത് താഴോട്ട് 1:17 से 23 तक 1:17 അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറപ്പിക്കുകയും
സ്വർഗത്തിൽ തന്നെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുമാനമുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. तो उधर क्या लिखा है? हमारा हृदय का दृष्टि वो ज्योतिर्मय होना. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ ദൈവികമായിരിക്കുന്ന എല്ലാ വചനത്തിന്റെയും ആഴങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. अगर हमारा हृदय का दृष्टि प्रकाशित होता है वो तो ही हमें सारा परमेश्वर का बातें हमें प्रकटीकरण के रूप में हमारे हृदय में चमकेगा. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ച മെസ്സേജുകളിലെല്ലാം ദൈവത്തിന്റെ ആഴമായ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയിൽ കൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. तो आज जो सुने हुए सारे वचन है वो उसमें परमेश्वर का बहुत सारे मर्म छुपे हुए हैं. अगर हमारा हृदय का दृष्टि वो ज्योतिर्मय होगा तो ही हमें समझ में आएगा, उसका महिमा मालूम पड़ेगा. അവിടെ എഴുതിയിരിക്കുന്നത് അതിൽ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് വെളിപ്പാട്. तो वो एक 17 में जो लिखा है वो प्रकटीकरण का, उसका ज्ञान में हमें प्रकटीकरण मिलता है करके देखते. ദൈവത്തിന്റെ വചനത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. तो अगर हम जो परमेश्वर के गुप्त बातों का प्रकटीकरण हमें समझना है, हमें मिलना है, तो हमारा हृदय का दृष्टि ज्योतिर्मय होना जरूरी है. അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച എല്ലാവരെയും ദൈവത്തിന്റെ ഇന്നത്തെ സംസാരിച്ച എല്ലാ വചനങ്ങളും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. तो अगर हृदय में दृष्टि प्राप्त हुआ, हृदय दृष्टि जिसका ज्योतिर्मय होकर जो वचन सुने उनको सारा परमेश्वर का भेद के बातें, गुप्त के बातें प्रकटीकरण में मिला होगा. ഈ ലോക മനുഷ്യരും നമ്മളുള്ള വ്യത്യാസം അതാണ്. यही संसारिक लोग, इस संसार के लोग और हम में यही डिफरेंस है, फर्क है. നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും ഇന്ത്യൻ പ്രസിഡന്റിനേക്കാളും മുകളിലാണ്. हम लोग इंडिया के प्रधानमंत्री और इंडिया के प्रेसिडेंट से भी ऊंचे लोग हैं. കാരണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ല, അവർക്ക് ദൈവത്തിന്റെ വെളിപാടുകളൊന്നും അറിയത്തില്ല. क्योंकि उनका हृदय का दृष्टि प्रकाशित नहीं हुआ है, उनको परमेश्वर का प्रकटीकरण कुछ उनके हृदय में मिला नहीं है. എന്നാൽ ഈ മഹാഭാഗ്യം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക. तो इतना बड़ा भाग्य हमें मसीह यीशु के द्वारा परमेश्वर ने हमें दिया है. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ട് ദൈവത്തിന്റെ സകല രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാകത്തക്ക വണ്ണം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുക. तो हमारा हृदय का दृष्टि प्रकाशित होके परमेश्वर के सारे रहस्य को परमेश्वर ने हमारे अंदर प्रकट करके दिया है. भाइयों, ഇവിടെ ഇരിക്കുന്നവരില് മരിക്കാൻ എത്ര പേർക്ക് പേടിയുണ്ട്? इधर बैठे हुए में से कितने लोगों को मरने से डर लगता है? ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 2:14-15 എഴുതിയിരിക്കുന്ന മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണത്തിന് അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. तो इसे इब्रानियों 2:14-15 पढ़ते समय में, क्योंकि भाई लोग वचन पढ़ लेना, നിങ്ങൾ പഠിച്ചോണ്ടാ മതി. അപ്പോൾ നമ്മൾ മരിക്കാൻ പേടിയില്ലാത്തവരാണ്. മരണത്തിനപ്പുറം എന്താണെന്ന് നമുക്കറിയാം. क्योंकि हम सबको क्यों मृत्यु से डर नहीं है? क्योंकि हम जानते हैं कि मृत्यु का अधिकारी को परमेश्वर ने हरा दिया है, प्रभु ने हरा दिया. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഈ സകല രഹസ്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മരിക്കാൻ പേടിയില്ല. क्योंकि परमेश्वर का रहस्य को परमेश्वर ने प्रकट करके दिया, इसलिए हमें മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. और हम जानते हैं हमारा मृत्यु के बाद हमारा क्या होगा. മരിക്കുന്നവരുടെ ബന്ധുക്കൾ കരണയിൽ കരഞ്ഞോട്ടെ, പക്ഷെ മരിക്കുന്ന ആളിനെ പേടിക്കേണ്ട ആവശ്യമില്ല. अगर मरने वाले का रिश्तेदार चाहिए तो रोने दो, पर मरने वाले को अच्छा निश्चय है वो किधर जाने वाला. കാരണം മരിക്കുന്ന ആളിന് അറിയാം എനിക്ക് എന്താണ് സംഭവിക്കാൻ പോണേ. क्योंकि वो मरने वाला आदमी को जानता है कि वो किधर जाने वाला है.
അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് മരണത്തിനപ്പുറമായിട്ടുള്ള കൊലോസ്യർ 3:1 എഴുതിയിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തുള്ളത് അന്വേഷിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. इसलिए कोलोसियर 3:1 में लिखा है कि अगर तुम मसीह यीशु के साथ जिलाए गए हो तो इसलिए तुम ऊंचाई के बातों को मनन करो, उसको मन रखो. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിട്ട് ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള എല്ലാം ഞാൻ ചപ്പും ചവറും തന്നെ. पौलुस जब भी बोला कि जब भी मेरा हृदय का दृष्टि प्रकाशित हुआ, जब भी परमेश्वर का मर्म मुझे समझ में आया, तो इधर का ज्ञान मैंने कूड़ा कचरा समझा. मैं सब कुछ मैं कितना ധനവാൻ है मेरा ഞാൻ എത്ര ധനവാനാണ്, എന്റെ ധനവും എന്റെ ഈ ലോകത്തിലുള്ള എല്ലാ മാനവും എല്ലാം യേശുക്രിസ്തു മുഖാന്തരം ചപ്പും ചവറും എണ്ണി ഞാൻ ഉപേക്ഷിക്കുന്നു. കാരണം എന്താണ് മരിച്ചതിനപ്പുറം സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് അവിടെ പോയാൽ മതി. तो इसीलिए जो कुछ मेरा ज्ञान है, जो कुछ मेरा संपन्नता है, वो सब मैं कूड़ा कचरा समझता हूँ, क्योंकि मैं जानता हूँ मैं किधर जाने वाला हूँ. पौलुस को अच्छा निश्चय था. ഈ രഹസ്യം എനിക്ക് അറിയാതിരുന്നപ്പോ ഇതിനെയൊക്കെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് യാതൊരു ചിന്ത. जब ये परमेश्वर का रहस्य मैं नहीं जानता था तो मैं ये सब बातों को बहुत सीने में लगा कर रखता था, पर अभी मैं इनको कूड़ा कचरा समझता हूँ. ദൈവം എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചപ്പോൾ മരണത്തിനപ്പുറം എങ്ങനെയുള്ള ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഈ ലോകത്തെ ഞാൻ വെറുത്തെല്ലാം ചപ്പും ചവറും തന്നെ. जब भी परमेश्वर ने मेरा हृदय को प्रकाशित किया तो मैं इस दुनिया के बातों को मैं कूड़ा कचरा समझने लगा. അങ്ങനെ നമുക്ക് ആ പൗലോസിനെ പോലെ ചിന്തിക്കാം. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വെളിപ്പാടുകളെയും കുറിച്ച് നമ്മുടെ ഹൃദയദൃഷ്ടിയിൽ എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ട് നമുക്ക് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ये हृदय का दृष्टि प्रकाशित होकर प्रभु का आगमन का सारे बातों को समझकर, परमेश्वर का उस महिमा को समझकर हम प्रभु का इंतजार करें, उनका महिमा करें.